നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. That took place in India. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ചക്രവർത്തിയായിരുന്ന ശിവജി, Chhatrapati Shivaji, the emperor of Maratha, അടുത്തുള്ള ഒരു കോട്ട കീഴ്പ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു. അതിനെ കീഴ്പ്പെടുത്തിയ ഒരു കഥയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. He had the desire to conquer the neighboring fortress. I would like to narrate the history. അത് ആ കോട്ട മുഗൾ ചക്രവർത്തിയുടെ സ്വന്തമായിരുന്നു. It was owned by the Mughal emperor. വളരെ ഉയരമുള്ളതും, it was a lofty one, ഗോപുരമുള്ളതും, had towers, വളരെ മനോഹരമുള്ളതും, it was majestic. ആരും ആകർഷിക്കത്തക്കതായിരിക്കുന്ന സൗന്ദര്യത്തോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട ഉണ്ടാക്കിയതായ ഒരു കോട്ടയാണ് കാണാൻ കഴിയുന്നത്. It had the grandeur attraction which would allure anybody to possess it. ഒരു ദിവസം one day, ശിവജിയുടെ അമ്മ, his mother, ജനൽ വഴി നോക്കിയപ്പോൾ ഒരു കോട്ട കണ്ടു, മനോഹരമായിട്ടൊരു കോട്ട. through the window she was watching. It was a beautiful fortress. അത് കണ്ടിട്ട് അമ്മ ഇങ്ങനെ വ്യാകുലപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. The mother was mesmerized with it and looking at the same. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മകൻ ശിവജി അടുത്തു വരികയാണ്. While she was thinking about the fortress, the son was passing by that way. മനോഹരമായിരിക്കുന്ന ആ കോട്ട കാണിച്ചിട്ട് പറയുന്നു, മകനെ നീ നമുക്കത് എന്ത് ചെയ്യണം, കീഴ്പ്പെടുത്തണം. Showing that majestic fortress, the mother gives direction to the son, you must conquer it. എനിക്ക് എന്നോട് കഴിയില്ല. The son replied, I cannot. ഉടനെ മാതാവ് പറയാണ്, mother replies, നീ ഒരു പരാക്രമശാലിയാണ്, you are a mighty man, നിന്റെ രക്തം രാജകീയ രക്തമാണ്, your blood is of regal one. നിനക്ക് പേടിയൊന്നും എന്നോട് സാധിക്കില്ല നീ പറയാൻ പാടില്ല. Don't say you are timid, I cannot. എനിക്ക് കഴിവില്ല എന്ന് പറയാൻ പാടില്ല. Don't say it is impossible with me. അമ്മ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്നു. mother encouraged him. ആ ധൈര്യം പ്രാപിച്ചതായ മകൻ, he got motivated. തന്റെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു പടയാളിയെ വിളിച്ചു. he just summoned one of his trusted lieutenants. ഒരു ഇരുട്ട് വഴിയിൽ കൂടെ, passed through the dark way, ദുർഘടമായ വഴിയിൽ കൂടെ, through the crooked way, വളരെ പ്രയാസപ്പെട്ട് with the difficulty, ആ ഗോപുരത്തിനടുക്കൽ എത്തുകയാണ്. he went into the fortress. അതിനു മുൻപായി ഒരു സംഭവം നടന്നു. before that another event took place. കൂട്ടുകാരനോട് പറഞ്ഞു, he told one of his friends, ദൈവത്തിന് സ്തോത്രം, praise be to the Lord, ഒരു ഉടുമ്പിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉടുമ്പ്, to bring a monitor lizard. കൂട്ടുകാരൻ കൊണ്ടുവന്നു. the friend brought it. ആ ഉടുമ്പിൽ കയറി കെട്ടി, he tied it with the rope. ഉടുമ്പിനെ വലിച്ചെറിഞ്ഞു. it was cast to the tower. അതിന് ഏറ്റവും മുകളിൽ കയറി പിടിച്ചു. it gripped on the tower. താൻ കയറിൽ കൂടെ അതിന് വലിഞ്ഞ് അതിന് മുകളിലെത്തി. with the help of the rope he climbed on the tower. ദൈവത്തിന് സ്തോത്രം, praise be to God. അതിനുശേഷം thereafter പടയാളികളെ ഓരോന്നായിട്ട് അതിന് മുകളിലേക്ക് കടത്തി. soldiers one after another allowed to climb onto the rock. അവിടെ കൊടി നാട്ടി. he just hoisted the flag. ജയത്തിന്റെ കൊടിയായിട്ട് മാറി. it was a banner of victory. ദൈവമക്കളെ, ഒരു സാധാരണ കോട്ട അല്ലെങ്കിൽ ഈ ലോകത്തിന് അപകടമായിരുന്ന ആ കോട്ട കീഴ്പ്പെടുത്തുവാനായിട്ട് ദുർഘടങ്ങളിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയും പോരാട്ടങ്ങളിൽ കൂടെയും അതിനെ അതിജീവിച്ച് അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ, beloved people of God, you know, to capture that most motivating, most interesting fortress, if you are able to pass through crooked, perilous and dark ways, ദൈവമക്കളെ, നിശ്ചയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദാവീദ് സിയോൻ കോട്ട പിടിച്ചതുപോലെ ആ അടുക്കി ചാലിൽ കൂടെ അകത്ത് കടന്നിട്ട് അവൻ സിയോൻ കോട്ട പിടിക്കുമെന്ന് കാണാൻ കഴിയും. David passed through the gutters, the drainage, he captured fortress Zion. നിനക്കിലൂടെ പോരാട്ടങ്ങൾ, എതിർപ്പുകൾ, ശത്രുവിന്റെ കോട്ടകൾ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവശക്തിയാൽ, ബലത്താൽ അതിനെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയട്ടെ. You may have trials, you may have resistance, you may have adversities from the devil. By the power of God, by the strength of God, by the will of God, you can demolish every power of the enemy. നമുക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള സിയോൻ, പുതിയ യെരൂശലേം ദൈവം ഒരുക്കി കാത്തിരിക്കുകയാണ്. The Lord is preparing a beautiful fortress Zion, a beautiful city Jerusalem, and waiting for us. അവിടെ ചെന്ന് ചേർന്ന് ജയത്തിന്റെ കൊടി നാട്ടുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. God must enable us in order to reach us and raise the banner of victory. പ്രിയമക്കളെ, നിനക്ക് പോരാട്ടമുണ്ട്. നിനക്ക് നിന്റെ അവകാശത്തെ നശിപ്പിക്കുവാൻ ശത്രുവായ പിശാച് പോരാടുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഷ്ടങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ, പോരാട്ടങ്ങളിൽ കൂടെ പോയി അതിനെ കീഴ്പ്പെടുത്താം. There is battle for you, there is struggle against you. The devil is attempting to destroy your victory. In order to outdo the same, you must pass through sufferings, afflictions, attain victory over them. നമുക്ക് ദൈവമക്കളെ, അവിടെ ആ ഗോപുരം അവർ കീഴ്പ്പെടുത്തിയതുപോലെ നമുക്ക് അവകാശമാക്കാം. സ്വർഗ്ഗ സിയോൻ, പുതിയ യെരൂശലേം നമുക്ക് അവകാശമാക്കാം. As he captured, conquered that fortress, let us inherit, capture, conquer, take control of New Jerusalem and Zion.
ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് ഒരു കോറസിന് ഇടയ്ക്ക് പാടാം. Let us sing a chorus in between. എല്ലാവരും ദൈവമക്കളെ കൈത്തട്ടി ഒരു 2 മിനിറ്റ് ആ കോറസ് പാടി നമുക്ക് ആത്മാവിൽ ബലപ്പെടാം. All must clap their hands, sing the chorus, be strong in the spirit. വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്തെ, വേഗം നാം അമ്മേ ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്, പ്രത്യാശയോടെ പാടിയട്ടെ. വേഗം നാം അമ്മേ ചേർന്നിടൂ അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ 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 തീരത്ത്, വേഗം നാം ചേർന്നിടൂ അമ്മേ തീരത്ത്, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്. പ്രിയ ദൈവമക്കളെ, ആ പ്രത്യാശയുടെ ദൈവമക്കൾ നമുക്ക് പറയാം, വേഗം ഞാൻ ചേർന്നിടും ആ സ്വർഗ്ഗ സിയോനിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് ഞാൻ വേഗം ചേർന്നിടും. The people of God who are holding that hope and faith, let us say, very nigh, very soon, without delay, I raise that beautiful shore, Satan- in Jerusalem. സാത്താന്റെ ഏത് പോരാട്ടം ഉണ്ടെങ്കിലും ദൈവശക്തിയാൽ ഞാൻ ജയിച്ച് അതിനെ കീഴ്പ്പെടുത്തി അവകാശം ഞാൻ മാക്കുമാണ്. Whatever is the trial of the devil, I will now do the same with the power of God. I will take control of that city. നിന്റെ പ്രത്യാശക്കെതിരായി, Against your hope, നിന്റെ വിശ്വാസത്തിനെതിരായി, against your faith, നിത്യദേശത്തിനെതിരായിട്ട് സാത്താൻ പോരാടുമ്പോൾ against reaching eternity, as the devil is fighting against you. അഭിഷേകത്താൽ ശക്തിയാൽ അതിനെ തോൽപ്പിച്ച് അത് കീഴ്പ്പെടുത്തുവാൻ അവകാശമാക്കുവാനായിട്ട് ദൈവം നമുക്ക് ഒരുങ്ങാം. By your anointing, by the power, overcome the devil and inherit the kingdom of God. വേഗം നാം ചേർന്നിടൂ, കൈതട്ടി പാടേ അമ്മേ അങ്ങേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ അമ്മേ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്. പ്രത്യാശയുള്ളവർ അങ്ങനെ പാടിയാട്ടെ, പ്രത്യാശയുള്ളവർ പാടിയാട്ടെ. ഞാൻ വേഗം ചെന്ന് ചേരും, ഞാൻ വേഗം ചെന്ന് ചേരും, ഞാൻ വേഗം ചെന്ന് ചേരും. ആ ഭംഗിയുള്ള ദേശത്തെ വന്ന് ചേരും, ആ സ്വർഗ്ഗ സിയോനിലേക്ക് ചെന്ന് ചേരും, ആ പുതിയ യെരൂശലേമിലേക്ക് ചെന്ന് ചേരും. അമ്മേ Thank you, Lord. Thank you, Lord. അമ്മേ Hallelujah. 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 Praise the Lord. Riba kashika da riba hatidam da God. Hallelujah. Hallelujah. പ്രിയ മക്കളെ, എന്തിനു വേണ്ടി കൺവെൻഷൻ വെച്ചിരിക്കുന്നു? Beloved people of God, what is the objective of conducting this convention? എന്തിനു വേണ്ടി പാടുന്നു? What for are we singing? എന്തിനു വേണ്ടി ഉപദേശം അറിയിക്കുന്നു? What for the message is given? നിന്നെ ശ്രേഷ്ഠനാക്കുവാൻ, To make you great, നിത്യത കൊണ്ട് എത്തിക്കുവാൻ, take you to eternity, ആ നിത്യം മക്കളെ മനോഹരമായിട്ടുള്ള ദേശത്തെ കൊണ്ട് എത്തിക്കുവാൻ, to give you the choicest land, eternal kingdom.
ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, ആ പ്രത്യാശയോടെ ദൈവമക്കൾ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ ശക്തി നഷ്ടപ്പെട്ടു പോകുകയില്ല, അവിടെ കൃപ നഷ്ടപ്പെട്ടു പോകുകയില്ല, അവിടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുകയില്ല, അവിടെ ദൈവ സാന്നിധ്യം വിട്ട് ഒരിക്കലും പോകുകയില്ല. When we hold fast that hope, the presence of God, the power of God, the strength of God, the blessings of God shall never depart him. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ശത്രുവായ പിശാച് പലരെയും പോരാടിക്കൊണ്ടിരിക്കുന്നു. The enemy, the devil, is fighting against many. ചെറിയ ഗ്രൂപ്പിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശക്തി കത്തിക്കൊണ്ടിരിക്കുകയാണ്. The power of God is burning in the heart of a minor band of people. ആത്മാവിന്റെ ശക്തിയാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആത്മശക്തിയാൽ കത്തിക്കൊണ്ടിരിക്കുന്നവരെ നിന്നെ തൊടുവാൻ ഒരു ദുഷ്ടശക്തി കഴിയില്ല. People who are become fires by the Spirit of God, no strange power can touch you. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ വാഞ്ച കർത്താവ് അറിയുന്നു. The Lord knows the desire of your heart. നീ ഇരിക്കുന്ന ഇരിപ്പ് കർത്താവ് അറിയുന്നു. The Lord knows your posture. നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ കർത്താവ് അറിയുന്നു. The Lord knows the thoughts of your heart. നിന്റെ ആഗ്രഹത്തെ ദൈവം അറിയുന്നു. The Lord knows your desire. എന്തിനു വേണ്ടി നീ വാഞ്ചിക്കുന്നു കർത്താവ് അറിയുന്നു. What for are you thirsty? Is known to God. പരിശുദ്ധ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധ ജീവിതത്തിന് വേണ്ടി നീ വാഞ്ചിക്കുന്നെങ്കിൽ ഇതാ പരിശുദ്ധ ശക്തി നിന്നിലേക്ക് അയക്കുകയാണ്. If you're thirsty for a holy life, if you're thirsty for anointing, this power of holiness is right now sent upon you. ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിയും നിന്നെ തൊടുവാൻ കഴിയില്ല. When the power of God is working in you, no strange power can haunt you. Hallelujah. Praise the Lord. 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 Thank you, Lord. ദൈവത്തെ നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിന്റെ ശക്തികളൊക്കെ പറക്കുകയാണ്. As you keep on praising God, all the forces of the enemy are flying away. ദൈവത്തിന് മഹത്വം. Glory be to God. എന്തിനാണ് ദൈവശക്തി പ്രാപിക്കേണ്ടത്? What form should we possess this power of God? മറ്റൊരു കാര്യം പറയട്ടെ. Let me add one more thing. 2 സമൂയേലിന്റെ പുസ്തകം 2 Samuel 22:40 chapter 22 verse number 40. യുദ്ധത്തിൽ ജയമെടുക്കുവാൻ ദൈവശക്തി ആവശ്യമാണ്. To attain victory in the battle, you have to amass the strength of God. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ നീ എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. Thou hast subdued my enemies under my footstool. നമ്മുടെ യുദ്ധങ്ങൾ ജയിച്ചു വേണം പോകാൻ. We must overcome battles and go. ഒരു പാട്ട് ഞാനുണ്ട്, നമുക്കറിയാം, പാടണ്ട. യുദ്ധങ്ങൾ ജയിച്ചു ഞാൻ അക്കരെ ചേരുവോളം യേശുവേ നിൻ ചിറകിൽ എന്നെ അനുദിനം മറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്. യുദ്ധങ്ങൾ ജയിച്ചു ഞാൻ അക്കരെ ചേരുവോളം യേശുവേ നിൻ ചിറകിൽ എന്നെ അനുദിനം മറച്ചിടുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യുദ്ധങ്ങൾ ജയിച്ച് അക്കരെ ചേരുവോളം അവന്റെ ചിറൻ കീഴിൽ നമ്മെ വാങ്ങിക്കുന്നു. Till I win the battle, reach the other shore, the Lord is able to cover us under his wings. ലോകത്തിന് ദൈവമക്കൾ യുദ്ധമുണ്ട്. There are battles for you people of God in the world. ക്രിസ്ത്യൻ ജീവിതമാണോ? യുദ്ധമുണ്ട്. If there is a Christian life, battle is assured. എന്നാൽ യുദ്ധത്തിൽ ജയം തരുവാൻ കർത്താവ് കൂടെ ഉണ്ട്. The Lord is accompanying you in order to command a victory during the course of the battle. ലോകം ജഡം പിശാചിനെ ജയിച്ച യേശുവിന്റെ സാന്നിധ്യം നിന്നോട് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ പരാജയമില്ല, യുദ്ധത്തിൽ നമുക്ക് ജയം ലഭിക്കും. In the presence of Lord Jesus Christ, who defeated the devil, the world and the flesh, that is accompanying you, there is victory in your life too. No defeat during the course of the battle in your life. എഫേസ്യ ലേഖനം 6 മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. When we come to Ephesians chapter 6 verse 10 onwards. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീ. Finally, my brethren, be strong in the Lord and the power of his might. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. Put on the whole armor of God. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും
സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും സാത്താനോട് പോരാടി ജയമെടുക്കണമെങ്കിൽ ദൈവമക്കളെ 6 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഇപ്പൊ വായിക്കാൻ പോകുന്നത്. To fight against the enemy, attain victory in your life, you have to possess 6 characteristics which we are going to discuss now. അരയ്ക്ക് സത്യം കെട്ടണം. Girdle up with the truth. നീതി എന്ന കവചം ധരിച്ചു. നീതി എന്ന കവചം ധരിക്കണം. Put on the breastplate of righteousness. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, യുദ്ധത്തിൽ ജയമെടുക്കണമെങ്കിൽ 6 കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. To attain victory, we must take control of 6 aspects. അരയ്ക്ക് സത്യം കെട്ടണം. Girdle up the loin with the truth. ദൈവമക്കൾ സത്യത്തിൽ നിലനിൽക്കണം. You have to be upright in truth. ആരാണ് സത്യം? Who is this truth? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യം ജീവനുമാണ്. Jesus claims, I am the way, the truth and the life. സത്യമായ യേശു നമ്മോട് കൂടെ ഇരിക്കട്ടെ. That truth Jesus should be with us. എന്നാൽ നിശ്ചയമായി നിനക്ക് യുദ്ധത്തിൽ ജയമുണ്ട്. That indeed there is victory during the phase of battle. ദൈവമക്കളെ, സത്യത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളെ, നിശ്ചയമായും നിന്റെ പോരാട്ടങ്ങൾ യുദ്ധം ഉണ്ടായാൽ അതിനെ ജയിക്കുവാൻ ഉള്ള ആയുധമാണ് സത്യമായ കർത്താവിന്റെ സാന്നിധ്യം. The people of God who become steadfast during the course of truth and battle, the Lord shall be with you. His presence shall be with you. His name is the truth. യോഹന്നാൻ 14:6 വാക്യം. John's Gospel chapter 14 verse 6. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല. Except through Lord Jesus Christ, none shall reach the presence of the Father. നമ്മുടെ യേശു ആരെ? Who is our Jesus? അവൻ വഴിയാണ്. He is the way. അവൻ സത്യമാണ്. He is the truth. അവൻ വെളിച്ചമാണ്. വെളിച്ചം. He is the light. അവൻ ജീവനാണ്. He is the life. ദൈവമക്കളെ, അവൻ സർവ്വത്തിനും മതിയായ ദൈവമാണ്. He is all sufficient God. ആ യേശുവിൽ കൂടെ മാത്രമേ പിതാവിന്റെ രാജ്യത്തിൽ എത്തുവാൻ കഴിയുള്ളൂ. Only through that Jesus one reach the kingdom of the Father. ഇവിടെ യുദ്ധത്തിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമക്കളെ അവിടെ ചെന്നെത്തുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ജയമെടുക്കുവാൻ കഴിയുള്ളൂ. If we attain victory here alone, we'll be able to reach there. ദൈവത്തിന് മഹത്വം. Glory be to God. എന്താണ് സത്യം അരയ്ക്ക് കെട്ടണം? Be girdled with the truth. നമ്മുടെ അരയ്ക്ക് എന്തുണ്ടായിരിക്കണം? What is there in the loin? ഈ അര എന്തിനെ കാണിക്കുന്നു? What does the loin show? നേരെ നിൽക്കുന്നതിനെ കാണിക്കുകയാണ്. Stand upright. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ, നട്ടലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ വളഞ്ഞു പോകും. നേരെ നിൽക്കാൻ കഴിയില്ല. If there is any problem to the loins, there is a problem to backbone, it shall be bent. It cannot be steadfast. ദൈവത്തിന് മഹത്വം. Glory be to God. സമാഗമന കൂടാരം പഠിക്കുമ്പോൾ when the tabernacle of the congregation അവിടെ was built, 48 പലക, നേരെ നിൽക്കുന്ന 48 പലകയുണ്ട്. 48 boards stood upright. കൂടാരത്തെ നിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത് ഈ 48 പലകയാണ്. These 48 boards, they kept upheld the tabernacle. വളവുള്ളതല്ല, നേരെ നിൽക്കുന്ന. No bend at all, straight ones. ദൈവമക്കളെ, നാം സത്യത്തിൽ നേരെ നിൽക്കണം. We must become steadfast in truth. പ്രമാണത്തിൽ നേരെ നിൽക്കണം. We must become steadfast in the law. ഉപദേശത്തിൽ നേരെ നിൽക്കണം. Be strong in the doctrine. അല്ലാതെ നമ്മൾ വളഞ്ഞ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകരുത്. Don't be oscillatory and through crooked ways. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നേരെ നിൽക്കണമെങ്കിൽ, സത്യത്തിൽ നേരെ നിൽക്കണമെങ്കിൽ, പ്രമാണത്തിൽ നേരെ നിൽക്കണമെങ്കിൽ, ഉപദേശത്തിൽ നേരെ നിൽക്കണമെങ്കിൽ, ദൈവത്തിന്റെ പ്രമാണയും ഉപദേശത്തിൽ, ദൈവമക്കളുടെ ആദർശത്തിൽ നേരെ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ വിട്ടൊരിക്കലും പോകുകയില്ല. If you become steadfast in the word of God, in the counsel of God, in the presence of God, in the scripture of God, in the truth of God, the presence of God shall accompany you. ദൈവത്തിന് മഹത്വം. Glory be to God. സത്യമായ, വഴിയായ, ജീവനായ, പ്രകാശമായ, പ്രത്യാശയായ, വെളിച്ചമായ യേശുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ധരിക്കാം. അവനോട് കൂടെ നമുക്ക് ജീവിക്കാം. Let us put on Lord Jesus Christ, who is the way, who is the truth, who is the light, who is the life, who is the brightness,
and we shall hold to this hope. ദൈവത്തിന് മഹത്വം. Glory be to God. രണ്ടാമത് വായിക്കുന്നു നീതി എന്ന കവചം ധരിക്കണം. Secondly, put on the righteousness which is a breastplate. മത്തായി സുവിശേഷം 3:15 വാക്യം. Matthew's Gospel chapter 3 verse 15. നീതി എന്ന കവചം ധരിക്കണം. Put on this breastplate of righteousness. എന്താണ് നീതി? What is this righteousness? യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ആ നീതി ജലസ്നാനത്തെ കാണിക്കുകയാണ്. That righteousness speaks about water baptism. മാനസാന്തരപ്പെട്ട വ്യക്തി പാപങ്ങളുടെ മോചനത്തിനായിട്ട് നീ നിശ്ചയമായും കർത്താവിന്റെ ദൈവം വിശ്വസിച്ചുകൊണ്ട് അഭിഷിക്തന്റെ കൈക്കീഴിൽ തുറ്റനാമത്തിൽ സ്നാനം സ്വീകരിക്കണം. For the remission of the sins, a repentant soul should take water baptism in the name of the Lord, in the tie in God, under a person who is surrounded by God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അനേക വ്യക്തിയുടെ ജീവിതത്തിലെ ഈ സ്നാനത്തെ കുറിച്ച് ഭയങ്കര സംശയമാണ്. Many people become skeptical with regard to this truth of water baptism today. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിലർ പറയുന്നത് ഞങ്ങൾ ചെറുപ്പത്തിലെ സ്നാനം സ്വീകരിച്ചു എന്നാണ്. Some would say, in our early days we got this baptism. ബൈബിളിൽ ഒരു വാക്യം പോലും കാണാനില്ല. It is not scriptural. ശിശുക്കളെ സ്നാനം കൊടുക്കാനായിട്ട് ബൈബിളിൽ ഒരു വാക്യം പോലുമില്ല. It is not mentioned then the child should be baptized. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള സ്നാനത്തെ കുറിച്ച് ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. In clear terms, Bible describes about water baptism after believing. മത്തായി സുവിശേഷം 3:5 വാക്യം വായിക്കുമ്പോൾ Matthew's Gospel chapter 3 verse 5. ജനമെല്ലാം സ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ യോഹന്നാൻ കൈക്ക് വരുമ്പോൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവൻ സ്നാനം സ്വീകരിച്ചു. When people came to take water baptism under the hands of the Baptist, people confessed their sins, believed and took water baptism. അന്ന് യെരൂശലേമ്യരും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം സ്വീകരിക്കാൻ വരുന്ന വ്യക്തികൾ അവരവരുടെ പാപത്തെ ഏറ്റുപറയണം. People who come forward to get this baptism, you must confess your sins. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മസിയായെ കൈക്കൊള്ളുന്നു. I disown the devil, own Messiah. ഞാൻ പാപത്തെ വെറുക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. I hate the devil, I accept Jesus. ഞാൻ സിനിമ, നാടക, കൂട്ടുകാഴ്ചകളെല്ലാം വെറുക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. Cinema, drama, serials I disown, but I accept Jesus. ഞാൻ മദ്യപാനം വെറുക്കുന്നു, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. I dispossess drunkenness, I possess Jesus. ലോകത്തിലെ ആഡംബരങ്ങളെ ഞാൻ വെറുക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. I disclaim the lust of the world, I claim Jesus. ജഡഭോഗം ഞാൻ വെറുക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. I hate the lust of the flesh, I accept Jesus. ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഞാൻ വെറുക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. I resent the lust of this world, I accept Jesus. അവർക്കാണ് സ്നാനം. To them this is baptism. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നീ യേശുക്രിസ്തു ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഷണ്ണൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. As it is asked to the minister eunuch, do you believe in Lord Jesus Christ? He replied affirmatively. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. Both came down to the water. ഫിലിപ്പോസ് ഷണ്ണന് സ്നാനം കൊടുത്തു. Philip gave baptism to the eunuch. അതാണ് ഇന്ന് ചോദിക്കുന്നത്. മാനസാന്തരപ്പെട്ട വ്യക്തികൾ മാനസാന്തരപ്പെട്ട സ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ ചോദിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? That's why the repentant person, as he comes forward to take this water baptism, it is asked to him, do you believe in Lord and Savior Jesus Christ? ദൈവത്തിന് മഹത്വം. Glory be to God. അതെ, വിശ്വസിക്കുന്നു. Yes, I believe. വിശ്വസിക്കുന്നവരെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം തരും. He that believes must be administered this water baptism in the name of the Father, the Son and the Holy Ghost. ദൈവത്തിന് മഹത്വം. Glory be to God. ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു. Time is passing by, let me touch and go. ദൈവമക്കളെ, അവിടെ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനം അംഗീകരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ അതിനുവേണ്ടി സമർപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. There is an unbaptized soul in this congregation. If you accept the word of God, if you are prepared to obey the counsel of God, very nigh, without much delay, take this water baptism. ആ സ്നാനത്തോടുകൂടെ ഇതിന്റെ പഴയ മനുഷ്യനെ, പഴയ പ്രവൃത്തികളെ, പഴയ സ്വഭാവത്തെ, പഴയതായിരിക്കുന്ന അനുഭവത്തൊക്കെ കുഴിച്ചിടുകയാണ്. With this process of water baptism, old man, old nature, old culture, old life is crucified. യേശു വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഒരു ശബ്ദം കാതിൽ കേട്ടു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. As Jesus came out of the water, a voice reverberated in his ears,
that is, he is my beloved son in whom I am well pleased. നീ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് ഉയരുമ്പോൾ നിന്റെ കാതിന് ശബ്ദം കേൾക്കും, നീ ദൈവത്തിന്റെ പ്രിയപുത്രനാണ്, പ്രിയപുത്രിയാണ്. The moment you take water baptism, come out of the water, you can hear the voice of God. You are my beloved son, you are my beloved daughter. ദൈവത്തിന് മഹത്വം. Glory be to God. അവിടെ ശത്രുവിനെ ജയിക്കണമെങ്കിൽ മൂന്നാമത്തെ കാണുന്നു, കാലിന് ചെരുപ്പുണ്ടായിരിക്കണം. Thirdly, to outdo this enemy, you must be showed on your feet. ഉപദേശത്തെ കാണിക്കുകയാണ്. That speaks about നീ doctrine. ഉപദേശത്തിൽ നിന്നെടുക്കണം. You must be steadfast on doctrine. സഭയുടെ ആദർശങ്ങളും പാരമ്പര്യത്തിൽ നിലനിൽക്കേണ്ട, ഉപദേശത്തിൽ നിലനിൽക്കണം. It is not to become steadfast on the vain conversation and tradition of the church. Rather be strong on the Lord God. ദൈവത്തിന്റെ കൃപയിൽ നിൽക്കണം. Be strong on the grace of God. ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം. Be strong on the word of God. ദൈവ പ്രമാണത്തിൽ നിലനിൽക്കണം. Be strong on the law of God. അതുകൊണ്ടാണ് റോമർ 5:5 വായിക്കുമ്പോൾ നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. Romans chapter 5 verse 5, we understand we got access under this grace by the word of God. ദൈവത്തിന് മഹത്വം. Glory be to God. നമുക്ക് നിൽക്കാം, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാം. Let us try to become steadfast on the grace of God. ദൈവ പ്രമാണത്തിൽ നമുക്ക് നിലനിൽക്കാം. Let us become strong on the law of God. നാലാമതായി പറയുന്നു, വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടിരിക്കണം. Again it is said that you got to take the shield of faith. ദൈവമക്കളെ, വിശ്വാസം എന്ന പരിചയ കയ്യിൽ ഉണ്ടായിരിക്കണം. You must hold fast the shield of faith. എന്തിനാണ് പരിചയ? What for the shield? ആരെങ്കിലും നമുക്കെതിരായി അമ്പെയ്താൽ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ തടസ്സപ്പെടുത്തുവാനായിട്ടാണ് പരിചയ. The enemy launches an arrow, applies a weapon against you, in order to block it, you must have this shield. ആരാണ് പരിചയ? What is the shield? അവൻ നമുക്ക് പരിചയം അതിമകത്തായി പ്രതിഫലമാണ് നമ്മുടെ കർത്താവ്. He is exceedingly words and the shield, that's our Lord. നീ സത്യത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിന്റെ മുന്നിൽ കർത്താവ് ഉണ്ട്. If you become strong in the faith, the Lord is marching before you. കാക്കുവാൻ കർത്താവ് കൂടെ ഉണ്ട്. The Lord is with you in order to protect you. അവൻ പരിചയ പിടിച്ചുകൊണ്ടിരിക്കുന്നു. He is holding the shield for you. നമ്മുടെ പരിചയാണ്. He is our shield. ദൈവത്തിന് സ്തോത്രം. Glory be to God. മറ്റൊന്ന് പറയുന്നത് രക്ഷ എന്ന ശിരസ്സരം. Again, put on the helmet of salvation. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. That speaks about the word of God, which is a sword. കൈക്കൊള്ളുവീൻ. You must hold it. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, ഈ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടപിശാചും നമ്മുടെ അടുക്കൽ അടുത്ത് വരികയില്ല. All our people of God, we put on this armor of God. No wicked enemy shall approach us. യുദ്ധത്തിൽ ജയമെടുക്കുവാൻ ഈ ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. To attain victory in the battle, you must hold fast these weapons. ദൈവത്തിന് മഹത്വം. Glory be to God. എന്തിനു വേണ്ടിയാണ് ദൈവശക്തി? What for is the power of God? രണ്ടാമതായിട്ട് യുദ്ധത്തിൽ ജയമെടുക്കുവാൻ. Secondly, to attain victory in the battle. ദൈവത്തിന് സ്തോത്രം. Praise be to God. സമയം പോകുന്നതുകൊണ്ട് ഞാൻ മറ്റൊരു ചില വിഷയം ഓർപ്പിക്കട്ടെ. Time is spinning out. Let me touch a few more aspects. എന്തിനു വേണ്ടിയാണ് ദൈവശക്തി നമ്മിൽ ഉണ്ടായിരിക്കുന്നത്? What for should we possess this strength of God in us? 1 Corinthians 12 അധ്യായത്തിൽ വായിക്കുമ്പോൾ, Coming to 1 Corinthians chapter 12, അതിലെ 12-13 വചനം, verses 12 and 13. സഭ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുവാൻ, Church should be the body of Christ. കർത്താവിനോട് ഏക ശരീരസ്ഥരായിട്ട് മാറുവാൻ, becoming one body of the Lord. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. Glory be to the name of God. നമ്മെ ഏക ശരീരസ്ഥരായി പണിയുവാനായിട്ട് ദൈവശക്തി നമ്മെ വ്യാപരിക്കുന്നു. We need to have the operation of the Spirit of God, strength of God, in order that we may be built as a temple of God. റോമർ 12:5 വായിക്കുന്നു, പലരായി നമ്മെ ക്രിസ്തുവിന്റെ ഒരു ശരീരമാക്കി മാറ്റുന്നു. Romans chapter 12:5, we different members are being built together as the members of the same body of Christ. ആത്മാവിനാൽ നമ്മെ ഒന്നാക്കി മാറ്റുന്നു. By the Holy Spirit of God, we are united to become one. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബാക്കിലിരിക്കുന്ന ചീഫ് പാസ്റ്റർ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളും കേട്ടിരിക്കും ചട്നി ഉണ്ടാക്കുന്നത്. At the time of the message, our distinct chief pastor used to speak about making chutney. പലത് വസ്തുക്കളെല്ലാം കൂടെ ചേർത്തിട്ട് നീ ഒന്നിച്ച് അരച്ച് റെഡിയാക്കുന്നു. Many ingredients are put together, grounded, mixed to be one. പിന്നെ അതിന് പിഴിക്കുവാൻ കഴിയില്ല. That is quite inseparable thereafter. ഒരു ലിറ്റർ മാവ് അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചാൽ അതിനെല്ലാം ഒന്നാക്കി മാറ്റുന്നു. A liter flour, pour oil, mixes, they cannot be inseparable thereafter. ആ എണ്ണ ഒഴിച്ച് ഒന്നായി കഴിഞ്ഞാൽ ഊടിയാലും പറപ്പിച്ചാലും കാറ്റടിച്ചാലും അത് പറന്നു പോവുകയില്ല. Once oil is poured, mixed together, blow it,
kick it, it's inseparable. നിന്നെ ഒന്നാക്കി തീർക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. The power of anointing is something that's uniting you. ദൈവത്തിന് സ്തോത്രം. Praise be to God. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണ്. Each one of us is the body of Christ. 1 കൊരിന്ത്യർ 12:27 വായിക്കുമ്പോൾ 1 Corinthians chapter 12 verse 27. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണ്. Each one of us is the body of Christ. വായിച്ചേ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. Each one of us becomes particular member of this body. ദൈവത്തിന്റെ സഭയുടെ തലയാണ് നമ്മുടെ കർത്താവായ യേശു. Lord Jesus Christ is the head of this church. കൊലോസ്യലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകും. Coming to Colossians we read, he is the head of the body that is the church. ദൈവമക്കളെ, പലരായ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റുകയാണ്. People of God, we are different, diverse, united to become one in Christ. യഹൂദൻ, Jew, യവനൻ, Greek, ദാസൻ, servant, സ്വതന്ത്രൻ, free. ഏത് ഉയർന്നവൻ താണവൻ ഏത് അവസ്ഥയിലുള്ളവരെയും ഒന്നാക്കി മാറ്റുന്ന പ്രമാണമാണ് ക്രിസ്തുവിന്റെ പ്രമാണം. Great and small, anybody, any sect, it's the law of God that unifies. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റുകയാണ്. It's the power of anointing that unites us to be one in Christ. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ശക്തി നൽകുന്നത് അറിയാമോ? What for is this power of anointing? ക്രിസ്തുവിൽ നാം സമ്പൂർണ്ണരായി മാറുവാൻ. We must be perfect in Christ. 1 കൊരിന്ത്യർ 4:12-13 വായിക്കും. 1 Corinthians chapter 4. എഫേസ്യലേഖനം 4:12-13 വായിക്കും. Correction. Ephesians chapter 4 verses 12 and 13. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. സമ്പൂർണമായ സഭ. It is a perfect body that is a church. ക്രിസ്തുവിന്റെ സമ്പൂർണമായ സഭ. The church is a perfect body of Christ. അതിന് എഫേസ്യലേഖനം 1:23 വായിക്കുമ്പോൾ Ephesians chapter 1 verse 23. എല്ലാം നിറയ്ക്കുന്നവനെ നിറവായിരിക്കുന്ന ശരീരമാം സഭ. Which is his body, the fullness of him that fills in all. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. Given to his body the fullness of him that fills all in all. ദൈവമക്കളെ, നമ്മെ ഒന്നാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി. Beloved people of God, this power of anointing is shed abroad. You know that in order that we may become united to be one. 1 ലിറ്റർ മാവിനെ അതെല്ലാവരും ഒന്നാക്കി തീർത്തത് ആ എണ്ണ ഒഴിച്ചപ്പോഴാണ്. A liter of flour that became one once the oil is poured into it. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്നത് ഒരു ശരീരമാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. Beloved people of God, by this power of Holy Spirit, we the members of the body, we are different, we are united to be one in Christ. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മൾ ആരാണ്? Who are we? അവന്റെ ശരീരമാണ്. His body. അവന്റെ ശരീരമാണ്. His body. അതാണ് കൊലോസ്യർ 1:24 വായിക്കുമ്പോൾ Colossians chapter 1 verse 23. സഭയായ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അങ്ങനെയല്ലേ വായിച്ചേ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കും. What is behind? I fulfill for the church in my body. സഭയായ അവന്റെ ശരീരം, his body which is a church. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ശരീരമാണ്. I and you are the body of Christ. നമ്മുടെ കർത്താവായ യേശു തലയായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. Our Christ Lord Jesus Christ the head rose up and went to heaven. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആദ്യപരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റുന്ന 1 കൊരിന്ത്യർ 15:20 വാക്യത്തിൽ വായിക്കുന്നു. 1 Corinthians chapter 15 verse 20 we understand Lord Jesus Christ being the first fruit rose up ascended to heaven. ആദ്യപരം ക്രിസ്തു. First fruit is Christ. പിന്നെ ക്രിസ്തുവിനുള്ളവർ. Then of Christ. അവന്റെ വരവിങ്കൽ. At his coming. പിന്നെ അവസാനം. Then finally. ആദ്യപരം ക്രിസ്തുവാണ്. First fruit is Christ. ആ ക്രിസ്തുവാരെ. Who is that Christ? സഭയുടെ തലയാണ്. He is the head of the church. തലയായുള്ളല്ലോ ശരീരം മുഴുവനും സന്ധികളാലും നരമ്പുകളാലും ഏകീഭവിച്ച് ചൈതന്യം വരുത്തി നമ്മെ ഒന്നാക്കി തീർക്കുന്നത്. It is from the head with his sinews and members knit together grow increase in the increases of God. ആമേൻ. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇവിടെ ഇരിക്കുന്ന പല സ്വഭാവക്കാര്
People of diverse natures പല here, ഭാഷക്കാര്, different tongues, പല ജാതിപ്പെട്ടവർ, different creed, പല ഗോത്രത്തിൽപ്പെട്ടവർ, different cultures, പല നിലയിൽ ജീവിച്ച വ്യക്തികൾ different status. നമ്മെ എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റി. We are all united to be one in Christ. അവന്റെ ശരീരമാക്കി മാറ്റി. We had made the members of the body. ശരീരമായി സഭയാക്കി മാറ്റി. We had made the church, that's the body. അവന്റെ ശരീരമായി സഭയായി മാറണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞിരിക്കണം. To be the body, the church of Christ, you must be filled with the power of anointing. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. It is this power of anointing that transforms you. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തി ഈ പരിശുദ്ധാത്മ ശക്തിയാണ്. This exceeding power which subdues everything is this power of anointing. നാം പ്രാപിച്ചിരിക്കുന്ന ഈ അഭിഷേകം നമ്മെ ദൈവമക്കളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. The very same anointing that we received is a power that is able to transform our life. നമ്മെ നിത്യതയെ കൊണ്ടെത്തിക്കുന്ന ശക്തിയാണ്. It's a power which is able to fetch us unto eternity. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം ആത്മാവ് നിറഞ്ഞാൽ പോരാ. It does not suffice as you are filled in anointing, as you report for the meeting. ദൈവമക്കൾ എല്ലാവരും നിരന്തരം ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കണം. Incessantly he must be filled by the power of anointing and rejoice in the Lord. ദൈവരാജ്യത്തെ ഒരു കെട്ടിടത്തോട് ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുന്നു. The kingdom of God can be compared to a building. ദൈവരാജ്യത്തെ ഒരു കെട്ടിടത്തോട് ഉപയോഗിച്ച് പഠിക്കുകയാണ്. The kingdom of God is compared to a building. എഫേസ്യർ 2-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Ephesians chapter 2 verse number 20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. Upon the foundation, the apostles and the prophets, this is built. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. You are built together as a holy habitation by the Spirit. ദൈവമക്കളെ, ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമാണ്. Beloved people of God, Christ is our foundation. ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമാണ്. Christ is our foundation. അവൻ മൂലക്കല്ലാണ്. He is a cornerstone. അതിനോട് ചേർത്ത് പണിയുന്ന കല്ല് ദൈവമക്കളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമാണ്. The stones knit together, the foundation stones, the apostles and the prophets. ദൈവത്തിന് മഹത്വം. Glory be to God. അപ്പോസ്തലന്മാരില്ലാത്ത സഭയല്ല. The church divided apostles is not the real one. അപ്പോസ്തലന്റെ വാക്കിനർത്ഥം അയക്കപ്പെട്ടത്. The meaning of the term apostle is sent for. എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്ന ശിഷ്യന്മാരുടെ യേശു പറയുണ്ടായി. Lord told his disciples, as my father had sent me, lo, I send you too. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ പണം സമ്പാദിച്ച് ധനം സമ്പാദിച്ച് കീർത്തി നേടി അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നവരല്ല. അപ്പോസ്തലന്മാര് സകലയും വിട്ടുകത്താൻ അനുഗമിക്കുന്നവരാണ്. Apostle is one who is not amassing wealth, reputation, position, or in this world. Rather, he is abnegating all his possessions and following the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരു അപ്പോസ്തലന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ what are the qualifications of an apostle? അവൻ വിളിക്കപ്പെട്ടവനായിരിക്കണം. He must be called. വായിക്കാൻ സമയമില്ല. എബ്രായർ 5:4 വായിക്കും. Hebrews chapter 5 verse 4. ഒരു അപ്പോസ്തലന്റെ യോഗ്യത എന്താണ്? What is the qualification of an apostle? 7 കാര്യം അവന് യോഗ്യത ഉണ്ടായിരിക്കണം. 7 worthiness must be there. ഒന്നവൻ വിളിക്കപ്പെട്ടവനായിരിക്കണം. He must be called. ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. Apostle is called by God. ദൈവത്തിന് മഹത്വം. Glory be to God. മറ്റൊന്ന്, Secondly, മത്തായി 3:14 വായിക്കുമ്പോൾ Matthew chapter 3 verse 14. ദൈവത്താൽ അയക്കപ്പെട്ടവനായിരിക്കണം. Must be sent by God. സ്വന്തമായിട്ട് പാസ്റ്ററായി മാറുകയല്ല. Not a self-ordination as pastor. സ്വന്തമായിട്ട് എടുത്ത് അല്ലെങ്കിൽ എന്റെ വേറൊരാള് അഭിഷേകം ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയല്ല ഇത്. Not a self-styled anointing. Another person must anoint him. അവൻ അയക്കപ്പെട്ടവരായിരിക്കണം. He must be sent. ദൈവത്തിന് സ്തോത്രം. Praise be to God. വായിക്കുന്നത് മാർക്കോസ് 3:14 വാക്യം മാത്രം വായിച്ചേ. Mark chapter 3 verse 14. അയക്കപ്പെട്ടവരായിരിക്കണം. He must be sent. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. He ordained 12.
ഒന്ന് തന്നോട് കൂടിയിരിക്കണം. One, to be with him. ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ ഇരിക്കണം. An apostle must be with God. ദൈവത്തിന് മഹത്വം. Glory be to പ്രിയ God. ദൈവമക്കളെ, തന്നോട് കൂടെ ഇരിക്കാൻ, ദൈവത്തോട് കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ശുശ്രൂഷകര്. Beloved people of God, an apostle is one who has been called to be with God. ദൈവത്തിന് മഹത്വം. Glory be to God. റോമർ 1:1 വായിക്കുമ്പോൾ Romans chapter 1 verse 1. അവൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. He must be separated by God. റോമർ 1:1 വായിക്കും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. The first verse of first chapter of Romans speaks about this. He must be separated. 2 Corinthians 5:16 വായിക്കുമ്പോൾ 2 Corinthians chapter 5 verse 16. ആരെയും ജഡപ്രകാരം അറിയാത്തവരായിരിക്കണം. He must not know anybody after the flesh. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് അവിടെ കാത്തിരിക്കുമ്പോൾ ഒരുവൻ വന്ന് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും വന്ന് നിന്നെ കാണാൻ കാത്തിരിക്കുന്നു പറഞ്ഞു. The siblings of Lord Jesus Christ, accompanied by mother, wanted to see Jesus. They reported the matter to Jesus. എന്റെ അമ്മയാര്? Who is my mother? എന്റെ സഹോദരങ്ങളാര്? Who are my brethren? ആരാണ് സഹോദരി? Who is a sister? നിനക്ക് ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സഹോദരനും സഹോദരിയും അമ്മയും. Pointing at the disciples said that he that does the will of my heavenly Father, he is my father and mother. അതുകൊണ്ടാണ് ലൂക്കോസ് 14:26 വായിക്കുമ്പോൾ യഥാർത്ഥ ശുശ്രൂഷകന്റെ ഒരു പ്രതീക്ഷയാണ് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും തന്റെ ജീവനും കൂടെ വെറുക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തന്റെ ക്രൂശെടുത്തന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനാകാൻ കഴിയില്ല. Luke's Gospel chapter 14 verse 26 speaks about the worthiness of an apostle. He that does not forsake his father, his mother, his brother, his sister, his wife, his anything, and even life, he cannot be my disciple. He does not take his cross, even he cannot too be my disciple. ദൈവത്തിന് മഹത്വം. Glory be to God. അതാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. That's a real okar of അതാണ് God. അപ്പോസ്തലൻ. That's a real apostle.